ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ 2025 ജനുവരി 30 നടക്കാൻ വേണ്ടി പോകുന്നൊരു പരീക്ഷയാണ്. കാറ്റഗറി നമ്പർ 673/2023. അതിൻ്റെ കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQ എന്നുള്ള ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 4 വീഡിയോ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പാർട്ട് 4 വീഡിയോയിൽ സെൽസ് ആൻഡ് ബാറ്ററീസ് എന്നുള്ളതാണ് ഈ ഒരു ഏരിയ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, 10 മാർക്കിനോളം ചോദിക്കുന്ന സിലബസ് നോക്കുന്ന സമയത്ത് ഏകദേശം 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് വരുന്നത് കേട്ടോ. ഇലക്ട്രോലിസിസ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലിസിസ്, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് ആൻഡ് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻറ്റ്, പ്രൈമറി സെൽ, സെക്കൻഡറി സെൽ, ലെഡ് ആസിഡ് സെല്ല്, മെത്തഡ് ഓഫ് ചാർജിങ്, കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സെല്ല്, ഗ്രൂപ്പിംഗ് ഓഫ് സെല്ല്, ഓഫ് സ്പെസിഫിക് വോൾട്ടേജ് ആൻഡ് കറണ്ട്, ഇൻവേർട്ടർ, ബാറ്ററി ചാർജർ, നിക്കൽ ആൽക്കലി സെല്ലല്ല, ആൽക്കലൈൻ സെല്ലാണ് കേട്ടോ. സിലബസിലെ മിസ്റ്റേക്കുകളാണ്. എഫിഷ്യൻസി ഓഫ് സെൽസ്, പവർ ആൻഡ് കപ്പാസിറ്റി ഓഫ് സെൽസ് എന്ന് പറഞ്ഞിട്ട് 10 മാർക്കിന് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇത് ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ആണ്. സാധാരണയായിട്ടുള്ള ഒരു ഡിപ്ലോമ ലെവൽ അല്ലെങ്കിൽ ITI ലെവൽ പരീക്ഷയിലൊക്കെ ഇത്രത്തോളം ഡീറ്റെയിലിംഗ് ആയിട്ട് ഈ സെൽസ് ആൻഡ് ബാറ്ററീസിൽ നിന്ന് 10 മാർക്കൊക്കെ വരുന്ന ചാൻസ് കുറവാണ്. ഒരു മാക്സിമം ഒക്കെ ഒരു 5 മാർക്കൊക്കെ പോകാറുള്ളൂ. എന്നാൽ ഇവിടെ 10 മാർക്കിന് ചോദ്യങ്ങൾ സെൽസ് ആൻഡ് ബാറ്ററീസിൽ നിന്ന് വരുമ്പോൾ അത് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ്. താരതമ്യേന കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. വലിയ ടഫ്നെസ് ഒന്നുമില്ല, നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവുന്ന ടൈപ്പ് ഏരിയ തന്നെയാണ്. കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് മിക്കവാറും കുറേ ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അത്ര ടഫായിട്ടുള്ള സാധനമൊന്നുമല്ല. ഇപ്പം ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേഗത്തിൽ ഓർത്ത് വെക്കാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ്. സോ ഈ ഒരു 10 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു സീരീസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഓൾറെഡി നമ്മൾ 3 വീഡിയോസ് ചെയ്ത് കഴിഞ്ഞു. അത് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ എങ്ങനെ പഠിക്കാമെന്നുള്ള ഒരു സ്റ്റഡി പ്ലാനും സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ലിങ്കും PDF-ൻ്റെ ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കിൻ്റെ ലിങ്കൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇടാം. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ പഠിക്കണമെന്നും ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് ഡൗൺലോഡ് ചെയ്യണമെന്നും മനസ്സിലാവും. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ വീഡിയോ സീരീസിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ ചാനലിൽ പോയിട്ട് പ്ലേ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ കാണാം. അതേപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ PYQ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലേ ലിസ്റ്റും കാണാം. രണ്ടും പോയിട്ട് കാണുക. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൽ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് കാണുക. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അത് എടുത്തത് കൊണ്ട് തന്നെ ഈ വീഡിയോസിൽ നമ്മൾ അത്ര ഡീറ്റെയിലിംഗ് പോവില്ല. ജസ്റ്റ് ഓരോ പോർഷൻസ് പറഞ്ഞ് പോവുകയേ ചെയ്യുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രേഡ്സ്മാന് പ്രിപ്പയർ ചെയ്യാത്ത പുതിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ആ വീഡിയോസ് ഒന്ന് പോയി കാണുക. ഇനി ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ്റെ ഓൾറെഡി നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, പാർട്ട് 1 വീഡിയോ, പാർട്ട് 2 വീഡിയോ, പാർട്ട് 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അത് കണ്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും ടിപ്സും അതേപോലെ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും ഒരു ചാനൽ ഉണ്ടാവുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. 10 മാർക്കാണ് ഇതിൻ്റെ വെയിറ്റേജ്. നിർബന്ധമായിട്ടും നന്നായിട്ട് പഠിച്ചിരിക്കേണ്ട ഏരിയ ആണ്. തുടങ്ങിയാലോ? യെസ്. അപ്പോൾ ഞാൻ ആദ്യം വയർമാൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ എടുക്കേണ്ട പേജ് നമ്പർ, PDF-ൻ്റെ പേജ് നമ്പർ 334, ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 318 കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 318. അത് മുതൽ ഏകദേശം ഒരു 10-30ഓളം പേജസ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ വയർമാൻ്റെ സെൽസ് ആൻഡ് ബാറ്ററീസ് എന്നുള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈമറി സെല്ല്, സെക്കൻഡറി സെൽസ് കണ്ടോ. ആദ്യം തന്നെ കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമ്മൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡിഫറൻറ്റ് എഫക്റ്റ് ഓൾറെഡി പറഞ്ഞു പോയല്ലോ. അപ്പോൾ അതിൻ്റെ കെമിക്കൽ എഫക്റ്റാണ് ഈ സെൽസ് ആൻഡ് ബാറ്ററീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. There are some liquid in which passage of electric current is accompanied by chemical changes. This effect is known as chemical effect of electric current. നമ്മൾ ഇലക്ട്രിസിറ്റി ഒരു ലിക്വിഡിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ. ആ ഒരു ലിക്വിഡിൻ്റെ കോമ്പോസിഷനിൽ ചേഞ്ചസ് വരും. അപ്പോൾ അത്തരത്തിലുള്ള കെമിക്കൽ ചേഞ്ചസ് ആണ് നമ്മൾ കെമിക്കൽ എഫക്ട്സ് എന്ന് പറയാം. Application of chemical effect of electric current may be observed in daily life.
നിക്കൽ ഓർ കോപ്പർ പ്ലേറ്റിംഗ്. നമ്മൾ ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഒക്കെ ഇല്ലേ, ഒരു ഉദാഹരണത്തിന് നമ്മൾ GI പൈപ്പ് എന്നൊക്കെ പറയില്ലേ, ഗാൽവനൈസ്ഡ് അയേൺ പൈപ്പ്. അതെന്താ? യെസ്, നമ്മൾ അയേണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാൽവനൈസ് ചെയ്യും. അതൊക്കെ ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈ സാധാരണ ഗോൾഡ് കവറിങ് അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ മേലെ വേറൊരു മെറ്റൽ നമുക്ക് ഇങ്ങനെ പ്ലേറ്റ് ചെയ്യണം, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നുള്ള ആ ഒരു പ്രതിഭാസമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, if two leads taken from a positive and negative terminal of a battery and immersed in salt water, then the production of bubbles can see in the lead. It is due to chemical effect. അപ്പോൾ ഇലക്ട്രോലിസിസ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ് ഡ്യൂ ടു ദി പാസേജ് ഓഫ് ആൻ ഇലക്ട്രിക് കറണ്ട് ത്രൂ എ ലിക്വിഡ് ഓർ എ സൊല്യൂഷൻ ഈസ് കോൾഡ് ഇലക്ട്രോലിസിസ്. എന്താണ് ഇലക്ട്രോലൈറ്റ്? ലിക്വിഡ് ഓർ സൊല്യൂഷൻ വിച്ച് അണ്ടർഗോസ് എ കെമിക്കൽ ചേഞ്ച്. ആ അണ്ടർഗോ ചെയ്യപ്പെടുന്ന, അതായത് ആ ചേഞ്ചിന് കാരണമാവുന്ന ആ സൊല്യൂഷൻ നമ്മൾ പറയുന്നവരാണ് ഇലക്ട്രോലൈറ്റ്. അതിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്ന രണ്ട് മെറ്റൽസ് ഉണ്ടാവും അല്ലേ, ആ മെറ്റൽസിന് പറയുന്നവരാണ് ഇലക്ട്രോഡ്. ഇലക്ട്രോഡ് ആനോഡും ഉണ്ട് കാത്തോഡും ഉണ്ട്. കണ്ടോ, 2 conductor plates are immersed in the liquid to form a passage of electric current through it. They are known as electrode. Electrode through which the current enters the liquid is called positive electrode or anode, while the other through which the leaves the liquid electrolyte is called negative electrode or cathode. അപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ ആക്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുക, പോസിറ്റീവ് ഇലക്ട്രോഡിനെ ആനോഡ് എന്ന് പറയുന്നു. ഇലക്ട്രോഡ് ത്രൂ വിച്ച് ദി കറണ്ട് എൻറ്റേഴ്സ് ദി ലിക്വിഡ്, അത് നമ്മൾ ആനോഡ് എന്ന് പറയും. ആ ഒരു ഡെഫിനേഷനാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ്? ദി മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ബൈ 1 coulomb ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ടേംഡ് ആസ് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ്. നമ്മൾ ഇലക്ട്രോളിസിസിൻ്റെ ഭാഗമായിട്ട് ഒരു കുളം ഇലക്ട്രിസിറ്റി, നമ്മൾ ക്യൂ അല്ലേ നമ്മൾ കുളമ്പ് എന്ന് പറയാം. അപ്പോൾ ഒരു കുളം ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം സബ്സ്റ്റൻസ് ലിബറേറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ എത്രത്തോളം സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടു, ആ എമൗണ്ട് നമ്മൾ പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് എന്നാണ് കേട്ടോ. എക്സാമ്പിൾ, ECE ഓഫ് സിൽവർ ഈസ് 1.118. ഇത് ചോദിക്കാറുണ്ട്. സിൽവറിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് വാല്യൂ എത്രയാണ് ചോദിക്കാറുണ്ട്. അതിൻ്റെ യൂണിറ്റ് മില്ലിഗ്രാം പെർ കുളമ്പ്. എന്തുകൊണ്ടാണ്? കണ്ടോ, ഒരു കുളമ്പ് പാസ് ചെയ്യുമ്പോൾ എത്രത്തോളം മില്ലിഗ്രാം ലിബറേറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ 1.118 എന്ന് സിൽവറിൻ്റെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പല മെറ്റീരിയൽസിനും പഠിക്കേണ്ടി വരും. ഞാൻ ആ ടേബിൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതിന് ശേഷം. ഇനി ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. 2 ലോ ആണുള്ളത്, ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോ പറയുന്നത് എന്താ? അത് മാസ് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ് അറ്റ് എനി ഇലക്ട്രോഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. കണ്ടോ, ഫസ്റ്റ് ലോ ഏകദേശം ഐ പോലെ ഇല്ലേ, അത് തന്നെയാണ്. മാസ് പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് കേട്ടോ. മാസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് ഫാരഡേസ് ലോ. ഓക്കെ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. അപ്പോൾ കൂടുതൽ കറണ്ട് പാസ് ചെയ്താൽ എന്ത് സംഭവിക്കും? കൂടുതൽ ആയിട്ട് ലിബറേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പം അത് മനസ്സിലാക്കുക കേട്ടോ. യെസ്, അപ്പോൾ M പ്രൊപ്പോർഷണൽ ടു I ആണ്, M പ്രൊപ്പോർഷണൽ ടു ടൈമാണ്. എത്രത്തോളം ടൈം നമ്മൾ പാസ് ചെയ്യുന്നു അത്രത്തോളം മാസ് ലിബറേറ്റ് ചെയ്യും. M = ZIT എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്, അത് ഫാരഡേസ് ലോ പ്രകാരമുള്ളതാണ്. ഇനി ഈ സെഡിന് നമ്മൾ പറയുന്ന പേരാണ്, സെഡ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സെഡ് ഈസ് നോൺ ആസ് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് കേട്ടോ. സെഡിൻ്റെ പേരാണ് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ്. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ് ലോ എന്താ? നമ്മളിവിടെ സെഡ് ഇവിടെ ഡിഫൈൻ ചെയ്തില്ലേ, സെഡ് ഇവിടെ ഡിഫൈൻ ചെയ്തു. സെക്കൻഡ് ലോയിലാണ് നമ്മൾ പറയുന്നത് M ഈസ് പ്രൊപ്പോർഷണൽ ടു സെഡ് ഓൾസോ. ഫസ്റ്റ് ലോ എന്താ? M ഈസ് പ്രൊപ്പോർഷണൽ ടു I. സെക്കൻഡ് ലോ M ഈസ് പ്രൊപ്പോർഷണൽ ടു Z കേട്ടോ. അപ്പം മാറിപ്പോലല്ലോ. When the same quantity of electricity is passed through different electrolyte, then the quantity of elements liberated at the different electrode are proportional to their electrochemical equivalent. ഫസ്റ്റ് ലോ പറഞ്ഞു വെച്ചത് മാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഇനി ഡിഫറൻറ്റ് മെറ്റീരിയൽസ് എടുത്തു, ഞാൻ ഇപ്പോൾ കോപ്പർ എടുത്തു, അയൺ എടുത്തു, ആ രീതിയിൽ ഡിഫറൻറ്റ് മെറ്റീരിയൽസ് എടുത്തു എന്ന് വിചാരിച്ചോ. എന്നിട്ട് ഞാൻ സെയിം കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഫസ്റ്റ് ലോ പ്രകാരമാണെങ്കിൽ സെയിം മാസ് അല്ലേ ലിബറേറ്റ് ചെയ്യുക? യെസ്, കാരണം എന്താ? ഫസ്റ്റ് ലോ പറഞ്ഞിരിക്കുന്നത് മാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ ഞാൻ സെയിം കറണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൽ കൂടി പാസ് ചെയ്തപ്പോൾ എനിക്ക് സെയിം മാസ് അല്ല ലിബറേറ്റ് ചെയ്തത്,
ഡിഫറൻറ്റ് മാസാണ് ലിബറേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി കറണ്ട് മാത്രമല്ല വേറെ ഏതോ ഒരു ഫാക്ടർ കൂടി അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടർ ഏതാണ്? യെസ്, ആ ഫാക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ സെഡ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇത് ഒരു മെറ്റീരിയലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിന് ഡിഫറെൻറ്റ് വാല്യൂ ഓഫ് ECE ആയിരിക്കും. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ആ വ്യത്യാസം കൊണ്ടാണ് ഡിഫറെൻറ്റ് മാസ് ലിബറേറ്റ് ചെയ്യപ്പെടുന്നത് കേട്ടോ. യെസ്, സോ അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് M ഈസ് ഈക്വൽ ടു Z ഇൻറ്റു I ഇൻറ്റു T. M മാസാണ്, Z ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ആണ്, I കറണ്ട് ഇൻ ആംപിയർ ആണ്, T ടൈം ഇൻ സെക്കൻഡ് ആണ് കേട്ടോ. ഇനി വേറൊരു സാധനം കൂടി പറയുന്നുണ്ട്, ഈക്വലൻ്റ് വെയിറ്റ് കേട്ടോ. ഈക്വലൻ്റ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം നമ്മൾ ഡിഫൈൻ ചെയ്യും. അതെന്താ? അറ്റോമിക് വെയിറ്റ് ബൈ വാലൻസി. അറ്റോമിക് വെയിറ്റ് ബൈ വാലൻസി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മെറ്റീരിയലിൻ്റെ അറ്റോമിക് വെയിറ്റ് 32, വാലൻസി എന്ന് പറയുന്നത് എത്രത്തോളം ഇലക്ട്രോൺസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഇപ്പം നമ്മളിപ്പോൾ കോപ്പർ 2+, Cu2+, അല്ലേ? ആ 2+2 ആണ് അതിൻ്റെ വാലൻസി. അതേപോലെ കേട്ടോ. യെസ്, ഇനി ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ഓഫ് നിക്കൽ എന്ന് പറയുന്നത് ഈക്വലൻ്റ് വെയിറ്റ് ഓഫ് നിക്കൽ ബൈ ഈക്വലൻ്റ് വെയിറ്റ് ഓഫ് സിൽവർ ഇൻറ്റു ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ഓഫ് സിൽവർ. അത് നമുക്ക് ചില വാല്യൂസ് തന്നിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ മാത്രം ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ECE ഓഫ് നിക്കൽ ബൈ ഈക്വലൻ്റ് വെയിറ്റ് ഓഫ് നിക്കൽ ഈസ് ഈക്വൽ ടു ECE ഓഫ് സിൽവർ ബൈ ഈക്വലൻ്റ് വെയിറ്റ് ഓഫ് സിൽവർ. നമുക്ക് എന്ത് ചെയ്യാം, ആ റേഷ്യോ വെച്ചിട്ട് ആൻസർ ചെയ്യാമെന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനൊരു ടേബിൾ ഉണ്ട്, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക, ചിലതിൻ്റെ വാല്യൂസ് അറിഞ്ഞിരിക്കുക. മിക്കവാറും സാധനത്തിൻ്റെ ഒക്കെ വാല്യൂസ് നിങ്ങൾക്ക് അറിയാം. ഹൈഡ്രജൻ്റെ അറ്റോമിക് വെയിറ്റ് 1 ആണ് നിങ്ങൾക്ക് അറിയാം അല്ലേ, വാലൻസി 1 ആണെന്ന് അറിയാം. അലൂമിനിയം Al 3+ ആണ്, കോപ്പർ Cu2+ ആണ്, സിൽവർ, സിങ്ക്, നിക്കൽ, അതിനൊക്കെ വാലൻസി അറിഞ്ഞിട്ടില്ലെങ്കിലും ഇതാ ഈ വാല്യൂസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് വാല്യൂ സിൽവറിൻ്റെത്, കോപ്പർ, അലൂമിനിയം, ഓക്കെ, അയേൺ, ഓക്കെ, അത്തരം വാല്യൂസൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിക്കൽ കേട്ടോ, ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക, ചിലപ്പോൾ ചോദിച്ചേക്കാം. ചിലത് ചോദിക്കാറുണ്ട്. ഇതിൽ ഞാനിപ്പം പറഞ്ഞ ഏതൊക്കെ ചോദിച്ചതെന്ന് അറിയാം. സിൽവർ ചോദിച്ചിട്ടുണ്ട്, അലൂമിനിയം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അത് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കാണാം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. കെമിക്കൽ ഈക്വലൻ്റ് വെയിറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ECE വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. പല പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട്, അതിപ്പം ഡിപ്ലോമ പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട് കേട്ടോ. യെസ്, ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോളിസിസ്, ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻസ്. ഇനി ടൈപ്പ് ഓഫ് സെൽസ്. ദെൻ സെൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്. പ്രൈമറി സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽസ് ദാറ്റ് ആർ നോട്ട് റീചാർജബിൾ. നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കാത്ത, ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത, നമ്മൾ യൂസ് ആൻഡ് ത്രോ ടൈപ്പ് സെല്ലുകളെയാണ് പ്രൈമറി സെൽ എന്ന് പറയുക. അതായത് റീചാർജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഉദാഹരണം എന്താ, നമ്മുടെ റിമോട്ടിൽ യൂസ് ചെയ്യുന്ന സെല്ലുണ്ടല്ലോ. യെസ്, ദെൻ ക്ലോക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് സെല്ലുകളെ കാർബൺ സിങ്ക് സെല്ല് എന്ന് പറയും. ഓക്കെ, ഡ്രൈ സെല്ല് എന്ന് പറയും കേട്ടോ. ആ ഡ്രൈ സെല്ലുകളൊക്കെ പ്രൈമറി സെല്ലാണ്. ഇനി സെക്കൻഡറി സെൽ എന്തായിരിക്കും? യെസ്, ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് റീചാർജബിൾ കൈൻഡ് ഓഫ് സെല്ലുകളെ പറയുന്ന പേരാണ് സെക്കൻഡറി സെല്ല് കേട്ടോ. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക. പ്രൈമറി സെല്ലുകൾ ഏതൊക്കെ ടൈപ്പാണ്? വോൾട്ടൈക് സെല്ല്, കാർബൺ സിങ്ക് സെല്ല്, അതിന് ലാഗ്രാഞ്ച് സെല്ല് ഉണ്ട്, ഡ്രൈ സെല്ലും ഉണ്ട്. രണ്ടും കാർബൺ സിങ്ക് സെല്ല് തന്നെയാണ്. ആൽക്കലൈൻ സെല്ല്, മെർക്കുറി സെല്ല്, സിൽവർ ഓക്സൈഡ് സെല്ല്, ലിഥിയം സെല്ല്, നമ്മുടെ വാച്ചുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ബട്ടൺ സെല്ലൊക്കെ ഇല്ലേ, ബട്ടൺ ടൈപ്പ് സിങ്ക് സെല്ലൊക്കെ, അതൊക്കെ പ്രൈമറി സെല്ലാണ്. ഇനി അതിൻ്റെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും വോൾട്ടേജ് ഒക്കെ ഉണ്ട്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിൻ്റെയും കാഥോഡ്, ആനോഡ്, അതേപോലെ ഇലക്ട്രോലൈറ്റ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൃത്യമായിട്ട് പഠിച്ചിരിക്കണേ, ഈ ഏരിയ ഒക്കെ നോക്കണം. ഡ്രൈ സെല്ല് എന്ന് പറയുമ്പോൾ കാർബൺ സിങ്ക് സെല്ലാണ്. അതിൻ്റെ വോൾട്ടേജ് കൃത്യമായിട്ട് കണ്ടോ, 1.5 വോൾട്ടായിരിക്കും അതിനുണ്ടാവുക. AA സെല്ല്, AAA സെല്ല്, അതൊക്കെ എന്താണ്? യെസ്, അതൊക്കെ പ്രൈമറി സെല്ലാണ് കേട്ടോ. ദെൻ കാർബൺ സിങ്ക് സെല്ലിൻ്റെ ഒരു കൺസ്ട്രക്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് പ്ലേറ്റ് ഏതാണ്, നെഗറ്റീവ് പ്ലേറ്റ് ഏതാണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മെർക്കുറി സെല്ല്, നമ്മുടെ ബട്ടൺ സെല്ലില്ലേ കണ്ടോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൃത്യമായിട്ട് നോട്ട് എഴുതിയിട്ട് പോവുക. ലിഥിയം സെല്ല്. ദെൻ അടുത്തത് സെക്കൻഡറി സെൽ വരുന്നുണ്ട്. സെക്കൻഡറി സെൽ പറയുമ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയുന്നത് ലെഡ് ആസിഡ് സെല്ലാണ് കേട്ടോ. സെക്കൻഡറി സെല്ലിലെ മെയിൻ എന്ന് പറയുന്നത് ലെഡ് ആസിഡ് സെല്ലാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? നമുക്ക് വീണ്ടും ചാർജ് ചെയ്തുകൊണ്ട് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന റീചാർജബിൾ കൈൻഡ് ഓഫ് സെല്ലുകൾ പറയുന്നതാണ് സെക്കൻഡറി സെല്ല്.
ഈ സെക്കൻഡറി സെല്ലിൽ ലെഡ് ആസിഡ് സെൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്, നിങ്ങളിപ്പം വീടുകളൊക്കെ ഇൻവേർട്ടറിലൊക്കെ യൂസ് ചെയ്യുന്നത്, വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്നതൊക്കെ ലെഡ് ആസിഡ് സെല്ലാണല്ലേ. യെസ്. ദെൻ കുറച്ച് ഡിഫക്റ്റ് ഓഫ് സിമ്പിൾ സെൽ ഉണ്ട് കണ്ടോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ലോക്കൽ ആക്ഷൻ എന്താണ്? ഇൻ എ സിമ്പിൾ വോൾട്ടൈക് സെൽ ബബിൾസ് ഓഫ് ഹൈഡ്രജൻ ആർ സീൻ ടു ഇവോൾവ് ഫ്രം സിങ്ക് പ്ലേറ്റ് ഇവൻ ഓൺ ഓപ്പൺ സർക്യൂട്ട്. ദിസ് എഫക്ട് ഈസ് ടേംഡ് ആസ് ലോക്കൽ ആക്ഷൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന സമയത്ത് ലോക്കൽ ആക്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു വേർഡ് ബബിൾസ് ഓഫ് ഹൈഡ്രജൻ കണ്ടോ, അത് കണ്ടു കഴിഞ്ഞാൽ അത് ലോക്കൽ ആക്ഷൻ തന്നെയാണ്. പിന്നെ അടുത്ത വേർഡ് നിങ്ങൾ പഠിക്കേണ്ടത് ഇവൻ ഓൺ ഓപ്പൺ സർക്യൂട്ട് കേട്ടോ. ഓപ്പൺ സർക്യൂട്ട് കേസിൽ തന്നെ ബബിൾസ് ഓഫ് ഹൈഡ്രജൻ കാണുന്ന ആ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് ലോക്കൽ ആക്ഷൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം എന്ന് വെച്ചാൽ ലോക്കൽ ആക്ഷൻ, പോളറൈസേഷൻ, അതൊക്കെ ബക്ലിങ്, അതൊക്കെ ഇങ്ങനെ മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിടിക്കാനുള്ള പോയിന്റാണിത്. ലോക്കൽ ആക്ഷൻ ഈസ് പ്രിവെന്റഡ് ബൈ അമാൽഗമേറ്റിംഗ് ദി സിങ്ക് പ്ലേറ്റ് വിത്ത് മെർക്കുറി. അത് ലോക്കൽ ആക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി പോളറൈസേഷൻ. As current flows, bubbles of hydrogen evolve at the copper plate on which they gradually form a thin layer. ഒരു ലെയർ ഫോർമേഷൻ ആണ് പോളറൈസേഷൻ്റെ ഭാഗമായിട്ട്. Due to this, the current strength falls and finally stop altogether. This effect is called as polarization of the cell. ഇനി സെക്കൻഡറി സെല്ലിൽ ലെഡ് ആസിഡ് സെല്ല് ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കലൈൻ സെല്ല് അല്ലെങ്കിൽ നിക്കൽ അയൺ സെല്ല് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, അത് ഓർത്ത് വെക്കണേ. ആൽക്കലൈൻ സെല്ലിന് കൊടുക്കും അല്ലെങ്കിൽ നിക്കൽ അയൺ സെല്ലിന് കൊടുക്കും. ഇനി പാർട്സ് ഓഫ് ലെഡ് ആസിഡ് സെൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ഓൾറെഡി ട്രേഡ്സ്മാനിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. യെസ്, പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ പോസിറ്റീവ് പ്ലേറ്റ് ഏതാണ്, നെഗറ്റീവ് പ്ലേറ്റ് ഏതാണ്? പോസിറ്റീവ് പ്ലേറ്റ് എന്താ? ലെഡ് പെറോക്സൈഡ് ആണ്. നെഗറ്റീവ് പ്ലേറ്റ് സ്പോഞ്ചി ലെഡ് ആണ്. അതിൻ്റെ ഇലക്ട്രോലൈറ്റ് ഏതാ? യെസ്, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് കേട്ടോ, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. യെസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കപ്പാസിറ്റി, നമ്മൾ ബാറ്ററികളുടെ കപ്പാസിറ്റി മെൻഷൻ ചെയ്യുക ആംപിയർ അവറിലാണ് കേട്ടോ. ആംപിയർ അവർ, AH എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ 40 AH, 120 AH, ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. ടെമ്പറേച്ചർ ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി നോർമലി 1.25 പ്ലസ് ഓർ മൈനസ് 0.01 ആണ് വരിക. നമ്മൾ പറയും ഫുള്ളി ചാർജ്ഡ് ആണെങ്കിൽ അറൗണ്ട് 1.26, 1.28 അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഡിസ്ചാർജ് ആയാലും 1.12, ഓക്കെ, 1.16 ആ രീതിയിലൊക്കെ ആയിരിക്കും ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഹാർഡ് സൾഫേഷൻ എന്താണ്? ഓവർ ഡിസ്ചാർജിങ് ഓർ ദി സെൽ ബീങ് ലെഫ്റ്റ് ഇൻ എ ഡിസ്ചാർജ്ഡ് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം. നമ്മൾ കൂടുതൽ കാലത്തേക്ക് ഒരു സെല്ലിനെ ഡിസ്ചാർജ് ആവാൻ അനുവദിക്കുകയാണെങ്കിൽ അത് സൾഫേഷന് കാരണമാവുന്നു. എന്ത് സംഭവിക്കും? ഹൈ റെസിസ്റ്റൻസ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. ദി സൾഫേഷൻ ക്യാൻ ബി റിമൂവ്ഡ് ബൈ റീചാർജിങ് ദി സെൽ ഫോർ എ ലോങ് പീരിയഡ് അറ്റ് എ ലോ റേറ്റ് കോൾഡ് ട്രിക്കിൾ ചാർജിങ്. കണ്ടോ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. റീചാർജിങ് ദി സെൽ ഫോർ എ ലോങ്ങർ പീരിയഡ് അറ്റ് എ ലോ റേറ്റ്. കുറേ നേരത്തേക്ക് നമ്മൾ ആ ഒരു സെല്ല് ചാർജിനിടുന്ന കേസാണ്. പക്ഷേ ചെറിയ റേറ്റിങ്ങിലായിരിക്കും, ചെറിയ കറണ്ട് റേറ്റിങ്ങിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ചാർജ് ചെയ്യുന്നുണ്ടാവുക. അതിന് പറയുന്ന പേരാണ് ട്രിക്കിൾ ചാർജിങ്. എനിക്ക് ഓർമ്മയുണ്ടത് കഴിഞ്ഞ സബ് എഞ്ചിനീയറിനോ അതിന് മുമ്പുള്ള ഏതോ ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്. നെക്സ്റ്റ് ബക്ലിംഗ്. ബക്ലിംഗ് എന്ന് പറഞ്ഞാൽ ആ ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ്, അതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ആ ഒരു വേർഡിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. ബെൻഡിങ്, ആ ഒരു വേർഡായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ് ഡ്യൂ ടു ഓവർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്, ഇംപ്രോപ്പർ ഇലക്ട്രോലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ബക്ലിംഗ്. ദെൻ എഫിഷ്യൻസി, രണ്ട് ടൈപ്പ് ഓഫ് എഫിഷ്യൻസി ഉണ്ട്. ആംപിയർ അവർ എഫിഷ്യൻസി, വാട്ട് അവർ എഫിഷ്യൻസി. അതിൻ്റെയൊക്കെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദി വാട്ട് അവർ എഫിഷ്യൻസി ഈസ് ഓൾവേസ് ലെസ് ദാൻ ദി ആംപിയർ അവർ എഫിഷ്യൻസി. ഓർത്ത് നോക്കുക. ഇതൊക്കെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ട് ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. നെക്സ്റ്റ് ഗ്രൂപ്പിംഗ് ഓഫ് സെല്ല്. നമുക്ക് ആവശ്യത്തിനുള്ള വോൾട്ടേജും കറണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെല്ലുകളെ സീരീസ് ആയിട്ടും പാരലലായിട്ടും ഒക്കെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് കൂടുതൽ വോൾട്ടേജ് വേണ്ട കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ? വോൾട്ടേജ് കൂടുതലായിട്ട് വേണ്ട കേസസ് ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സെല്ലുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. സപ്പോസ് നമുക്ക് കറണ്ട് റേറ്റിംഗ് ആണ് നമുക്ക് വേണ്ടത്, ആംപിയർ അവർ കപ്പാസിറ്റിയാണ് കൂട്ടേണ്ടത് എന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും? സെല്ലുകളെ പാരലായിട്ട് കണക്ട് ചെയ്യും. ഇനി രണ്ടും കൂട്ടേണ്ട കേസിൽ നമ്മൾ എന്ത് ചെയ്യും? സീരീസ് ആൻഡ് പാരലൽ കണക്ട് ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇനി ഒരു സെല്ലിനെ തിരിച്ച് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഇതിൻ്റെ ക്ലാസ്സും ഓൾറെഡി ഞാൻ ട്രേഡ്സ്മാനിൽ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രോബ്ലം ചെയ്യാം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ മുഴുവൻ പ്രോബ്ലംസും കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും.
ഒരു നിശ്ചിത റേറ്റിങ്ങിലുള്ള ബാറ്ററി കിട്ടാൻ വേണ്ടിയിട്ട് സെല്ലുകളെ ഏത് രീതിയിൽ കണക്ട് ചെയ്യണം എന്നൊക്കെയുള്ള പ്രോബ്ലം വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഓക്കെ, എത്ര എണ്ണത്തിൻ്റെ സീരീസിൽ കണ്ടോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എന്ത് ചെയ്യും, ഞാൻ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി ബാറ്ററി ചാർജിങ് മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് ഓഫ് ചാർജ് ഇതാണോ, ഫുൾ ചാർജ് ആയിരിക്കുന്ന സമയത്ത് ഹൈഡ്രോമീറ്റർ റീഡിങ് 1.26 ആണ്. 50% ചാർജിൽ 1.2 ആണ്. ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ 1.16, 1.12 എന്നുള്ള രീതിയിൽ പോകും. ഹൈഡ്രോമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത് ഹൈഡ്രോമീറ്റർ വെച്ചിട്ടാണ്. ഓർത്ത് വെക്കുക, ഓപ്ഷനിൽ ഹൈഗ്രോമീറ്റർ ഉണ്ടാകും കേട്ടോ. ഹൈഗ്രോമീറ്റർ എന്തിനാ, അത് അന്തരീക്ഷ ആർദ്രത അളക്കാനുള്ളതാണ്. നമ്മുടെ കേസിൽ എന്താ, അത് ഹൈഡ്രോ ആണ് കേട്ടോ. ഹൈഡ്ര വാട്ടർ എന്ന് ഓർത്ത് വെക്കുക. ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ വാല്യൂസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സെല്ലിൻ്റെയും വോൾട്ടേജ് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഇതൊക്കെ ഓർത്ത് വെക്കുക. കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡ്, കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ മെത്തേഡ്, റെക്ടിഫയർ മെത്തേഡ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ട്രിക്കിൾ ചാർജിങ് കേട്ടോ. വെൻ ദി ബാറ്ററി ഈസ് ചാർജ്ഡ് അറ്റ് എ വെരി ലോ റേറ്റ്, കറക്റ്റ് അല്ലേ, വെരി ലോ റേറ്റ്, ദാറ്റ് ഈസ് 2 to 3% ഓഫ് ദി നോർമൽ റേറ്റ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം, അത് ട്രിക്കിൾ ചാർജിങ് ആണ്. ഓക്കെ, യെസ്. ബൂസ്റ്റ് ചാർജിങ് അതൊക്കെ ഓർത്ത് വെക്കണം. കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ മെത്തേഡ് ആകുമ്പോൾ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയിരിക്കും നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുക, കറണ്ട് വേരി ചെയ്യും അല്ലേ. യെസ്, അപ്പം സ്റ്റാർട്ടിങ്ങിലും കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആണ്, അത് ഫുൾ കപ്പാസിറ്റിയിലേക്ക് വരുമ്പോഴും കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് തന്നെയാണെന്ന് ഓർത്ത് വെക്കുക. ദെൻ കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബാറ്ററി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കെയർ ആൻഡ് മെയിൻ്റനൻസ് ബാറ്ററിയിൽ എങ്ങനത്തെ ചോദ്യം ചോദിക്കുക വെച്ചാൽ, ഒരു ബാറ്ററി നിങ്ങൾ കുറേ കാലത്തോളം യൂസ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത് വരുന്നത്. കൃത്യമായിട്ട് നോട്ട് മുഴുവനായിട്ട് എഴുതണം. ഇതിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ എഴുതണം. കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരി, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ പറയാറുണ്ട് ബാറ്ററീൻ്റെ ടെർമിനൽസ് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് വാസലൈൻ പോലെയുള്ള ലൂബ് ചെയ്യണം. അത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന ഏരിയ ആണ്. കൃത്യമായിട്ട് ഇത് ഓർത്ത് വെക്കുക കേട്ടോ. നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഞാൻ പറയുന്നു, വയർമാനെ നിങ്ങൾക്ക് ഇത്രത്തോളം പഠിച്ചാൽ മതി. എന്നിരുന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്കിലാണ് കേട്ടോ. ഇതാണ് ഇലക്ട്രീഷ്യൻ്റെ ഫസ്റ്റ് ഇയറിലെ 2ാമത്തെ ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. അതിൽ കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ഇലക്ട്രീഷ്യൻ NSQF ലെവൽ 5 ഫസ്റ്റ് ഇയർ വോളിയം 2 of 2. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ വയർമാൻ ഡൗൺലോഡ് ചെയ്ത് അതേ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ കണ്ടോ, ഫസ്റ്റ് മൊഡ്യൂളിൽ സെൽസ് ആൻഡ് ബാറ്ററീസ് ഉണ്ട്. ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണേ. കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇതൊക്കെ നേരത്തെ അതേ പാർട്ട് തന്നെയാണ്. ഈസി ഓഫ് സിൽവർ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്തായാലും പഠിച്ചിരിക്കണം. 1.118 അത് നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഓരോ ഈസി വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ഉണ്ട്. വെരിഫിക്കേഷൻ ഓഫ് ഫാരഡേസ് ലോ എക്സാമ്പിൾ പറഞ്ഞിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. ഓരോ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കേസിൽ, കോപ്പറിൻ്റെ കേസിൽ ഇത്ര ഗ്രാം ലിബറേറ്റ് ചെയ്യപ്പെടും, എന്നാൽ അലുമിനിയത്തിൻ്റെ കേസിൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്നത് ഇത്രയാണ്. അങ്ങനെ കൃത്യമായിട്ടൊരു വെരിഫിക്കേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് നിങ്ങൾ വായിച്ച് നോക്കുക. ആവശ്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് എഴുതുക കേട്ടോ. യെസ്, ഇനി ഇതാ മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് ഈസ് ഈക്വൽ ടു 31.8, മാസ് ഓഫ് സിൽവർ ഡെപ്പോസിറ്റഡ് 108. എന്തുകൊണ്ടാണ്, മാസ് ഓഫ് മെറ്റീരിയൽ ലിബറേറ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു, സെയിം കറണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും മാസ് ഓഫ് മെറ്റൽ ലിബറേറ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് എന്ന് പറഞ്ഞില്ലേ കണ്ടോ. കെമിക്കൽ ഈക്വലൻ്റ് വെയിറ്റ് എന്ന് പറഞ്ഞില്ലേ നമ്മളിവിടെ. അതെന്തുകൊണ്ടാണ്, യെസ്, അത് 31.5 ആണ് കോപ്പറിന്, 108 ആണ് സിൽവറിന്. അതുകൊണ്ട് തന്നെ സെയിം കറണ്ട് നമ്മൾ കൊടുത്താൽ തന്നെ ഡിഫറെൻറ്റ് ഗ്രാം ഓഫ് പ്രിസിപ്പിറ്റേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക കേട്ടോ, ലിബറേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ബിക്കോസ് കെമിക്കൽ വെയിറ്റ് ഈക്വലൻ്റ് ഓഫ് കോപ്പർ എന്ന് പറയുന്നതും സിൽവർ എന്ന് പറയുന്നതും വേറെ വേറെയാണ്. ഇനി നേരത്തെ കാണിച്ച ആ ടേബിൾ ഇവിടെയുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസ് ഇവിടെ പറയുന്നുണ്ട്, ഇലക്ട്രോ പ്ലേറ്റിങ്ങും ഇവിടെ പറയുന്നുണ്ട്, കണ്ടീഷൻസ് ഓഫ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മറ്റേ ടെക്സ്റ്റ് ബുക്കിൽ ഇതില്ല കേട്ടോ. എന്ത് ചെയ്യണം, ഏത് പ്ലേറ്റ് ആണ് കാഥോഡ്, ദി ആർട്ടിക്കിൾ ടു ബി പ്ലേറ്റഡ് ഷുഡ് ഫോം എ കാഥോഡ്. ആർട്ടിക്കിൾ ടു ബി ഇലക്ട്രോപ്ലേറ്റഡ് മസ്റ്റ് ഹാവ് എ കെമിക്കലി ക്ലീൻഡ് സർഫേസ് ഉണ്ടോ, സർഫേസ് ക്ലീൻ ആയിരിക്കണം. മസ്റ്റ് നോട്ട് ഹാവ് എനി സോർട്ട് ഓഫ് ഡേർട്ട്, റസ്റ്റ്, ഗ്രീസ്. ആനോഡ് മസ്റ്റ് ബി ഓഫ് ദി മെറ്റൽ ടു ബി ഡെപ്പോസിറ്റഡ് ഫോർ മെയിൻറ്റെയിനിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ കോൺസ്റ്റൻ്റ്ലി ഡ്യൂറിങ് ഇലക്ട്രോളിസിസ്. കണ്ടോ,
ഏതാണ് കാത്തോഡ്, ഏതാണ് ആനോഡ്. നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ കോട്ട് ചെയ്യപ്പെടേണ്ടത്, ആർട്ടിക്കിൾ ടു ബി പ്ലേറ്റഡ് കേട്ടോ. ഇപ്പം എനിക്കിപ്പോൾ എന്ത് ചെയ്യണം, അയേണിൻ്റെ മേലെ എനിക്ക് ഗോൾഡ് എനിക്ക് കോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അയേണിനെ കാത്തോഡായിട്ട് എടുക്കണം. ദെൻ ആനോഡ് മസ്റ്റ് ബി ഓഫ് ദി മെറ്റൽ ടു ബി ഡെപ്പോസിറ്റഡ് ഫോർ മെയിൻറ്റെയിനിങ് കോൺസെൻട്രേഷൻ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഗോൾഡിനെ ആനോഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം, ആനോഡായിട്ട് എടുക്കേണ്ടത് ഗോൾഡ് ആയിരിക്കണം, ആ രീതിയിൽ കേട്ടോ. അത് ഓർത്ത് വെക്കുക. ചിലപ്പം ചോദിക്കാറുണ്ട് കോട്ട് ചെയ്യപ്പെടേണ്ടത് ഏതാണ് എന്നൊക്കെ. അത് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആർട്ടിക്കിൾ ടു ബി പ്ലേറ്റഡ് ഷുഡ് ഫോം എ കാത്തോഡ്. ആനോഡ് മസ്റ്റ് ബി ഓഫ് ദി മെറ്റൽ ടു ബി ഡെപ്പോസിറ്റഡ് ഫോർ മെയിൻറ്റെയിനിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. ദി മെറ്റൽ ടു ബി കോട്ടഡ് ഹാസ് ടു ബി ഇൻ ദി സൊല്യൂഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. മെറ്റൽ ടു ബി കോട്ടഡ്. അപ്പോൾ ഇവിടെ ഒരു ഗോൾഡിൻ്റെ സൊല്യൂഷൻ ഉണ്ടായിരിക്കണം കേട്ടോ, ആ രീതിയിൽ ഓർത്ത് വെക്കുക. ഞാൻ ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് എക്സാം ടൈറ്റ് ആവുകയാണെങ്കിൽ വന്നേക്കാം. അപ്പോൾ ആ പ്രോബ്ലമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഒരു ഇഫ് 111 milligram ഓഫ് സിൽവർ ഈസ് ഡെപ്പോസിറ്റഡ് ഓൺ ദി കാത്തോഡ്, ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ M=Z80 വെച്ച് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അതൊന്ന് നോക്കുക, ചെയ്ത് നോക്കുക. ദെൻ ഇലക്ട്രോപ്ലേറ്റിൻ്റെ കാത്തോഡിക് പ്രൊട്ടക്ഷൻ അതൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നോക്കുക കേട്ടോ. ദെൻ ഇവിടെ ടൈപ്പ് ഓഫ് സെല്ല് വന്നു, പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്. ദെൻ ഡ്രൈ സെല്ല്, വെറ്റ് സെല്ല് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഡ്രൈ സെല്ലിൻ്റെ കേസിൽ അവിടെയുള്ള ഇലക്ട്രോലൈറ്റ് ഡ്രൈ ആയിരിക്കും, അതൊരു പേസ്റ്റിൻ്റെ ഫോമിലായിരിക്കും കേട്ടോ, അത് വാട്ടറി ആയിരിക്കില്ല. വെറ്റ് സെല്ലിൻ്റെ കേസിൽ എന്തായിരിക്കും, അത് വെറ്റായിരിക്കും, ഒരു വാട്ടറി ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. വെറ്റ് സെല്ല് നമുക്ക് എല്ലാ പൊസിഷനിലും വെക്കാൻ പറ്റില്ല, അപ്രൈറ്റ് പൊസിഷനിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. ഡ്രൈ സെല്ലിന് ഏത് രീതിയിലും വെക്കാം അല്ലേ. ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ റിമോട്ട് നമുക്ക് ഏത് രീതിയിലും തലകുത്തി പിടിക്കുകയൊക്കെ ചെയ്യാം അല്ലേ, എങ്ങനെയും ചെയ്യാം. യെസ്, അതൊക്കെ ഓർത്ത് വെക്കുക. പ്രൈമറി സെല്ല് ഓർത്ത് വെക്കുക. ഇവിടെ നിങ്ങളുടെ ഇലക്ട്രീഷ്യൻ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ബോക്സ് ആക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, ടേബിളായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും, അത് ഞാൻ കാണിച്ചു തരാം. ദെൻ ലെഗ്ലാഞ്ചിയ സെല്ല്, നമ്മുടെ നോർമൽ ആയിട്ടുള്ള കാർബൺ സിങ്ക് സെല്ല്. ദെൻ ആൽക്കലൈൻ സെല്ല്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മെർക്കുറി സെല്ല്, ചിലപ്പം അതിൻ്റെ ഇലക്ട്രോലൈറ്റ് ഏതാണ്, ആ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പോസിറ്റീവ് ഏതാണ്, നെഗറ്റീവ് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്, ഓർത്ത് വെക്കുക. ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ സിൽവർ ഓക്സൈഡ് അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ലിഥിയം സെല്ലൊക്കെ അറിഞ്ഞിരിക്കുക. യെസ്, ഇനി ഡിഫക്റ്റ്, ലോക്കൽ ആക്ഷൻ, പോളറൈസേഷൻ, അതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ഇവിടെ ഒരു കമ്പാരിസൺ ടേബിൾ ഉണ്ട്, ഇത് നിർബന്ധമായിട്ട് പഠിക്കണേ. കാർബൺ സിങ്ക് സെല്ലിൻ്റെ കേസിൽ നെഗറ്റീവ്, പോസിറ്റീവ് ഇലക്ട്രോലൈറ്റ് ഏതാണ്, പിന്നെ മെർക്കുറി സെല്ല്, സിൽവർ ഓക്സൈഡ്, ആൽക്കലൈൻ മാംഗനീസ് ഓർത്ത് വെക്കുക. അതിൻ്റെയൊക്കെ വോൾട്ടേജും ഓർത്ത് വെക്കുക. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ എന്ന് പറയുന്നത് ഇനി വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. സെക്കൻഡറി സെല്ല് ലെഡ് ആസിഡ് സെല്ലുണ്ട്, ആൽക്കലൈൻ സെല്ല് ഓർ നിക്കൽ അയൺ സെല്ല്. നിങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായ ഒരു ഏരിയ ആയിരിക്കും ആൽക്കലൈൻ സെല്ല് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രൈമറി സെല്ലിൽ കാണിച്ചു അല്ലേ. ഇത് അതിനുശേഷം സെക്കൻഡറി സെല്ലിലും ഒരു ആൽക്കലൈൻ സെല്ല് നിങ്ങൾ കാണുന്നുണ്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതുണ്ടോ, നോർമൽ ആൽക്കലൈൻ സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈമറി സെൽ തന്നെയാണ്. ആൽക്കലൈൻ സെല്ലിൻ്റെ കമ്പോസിഷൻ എന്താണ്, ആൽക്കലൈൻ സെൽസ് യൂസ് എ സിങ്ക് കണ്ടെയ്നർ ഫോർ ദി നെഗറ്റീവ് ഇലക്ട്രോഡ്, സിലിണ്ടർ ഓഫ് മാംഗനീസ് ഡയോക്സൈഡ് ഫോർ ദി പോസിറ്റീവ് ഇലക്ട്രോഡ്. അതാണ് നോർമൽ ആൽക്കലൈൻ സെല്ല്. ഇത് കാണാൻ ഏകദേശം കാർബൺ സിങ്ക് സെൽ പോലെ തന്നെയാണ് ഉണ്ടാവുക, ഒരു ഡ്രൈ സെല്ല് പോലെ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. ഇത് കണ്ടോ, ഒരു ആൽക്കലൈൻ സെല്ല് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി സെക്കൻഡറി സെല്ലിൽ നിങ്ങളൊരു ആൽക്കലൈൻ സെൽ കാണുന്നുണ്ടാവും. സെക്കൻഡറി സെല്ല് എവിടെ സാധനം ഇവിടെ കേട്ടോ. ടൈപ്പ് ഓഫ് സെക്കൻഡറി സെല്ല് ലെഡ് ആസിഡ് സെല്ല്, ആൽക്കലൈൻ സെൽ ഓർ നിക്കൽ അയേൺ സെല്ല്. ഈ ആൽക്കലൈൻ സെൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിസ് ഈസ് നത്തിങ് ബട്ട് നിക്കൽ അലൈൻ ആൽക്കലൈൻ സെല്ല് കേട്ടോ. നിക്കൽ അയേൺ ആൽക്കലൈൻ സെല്ല് എന്ന് തന്നെ പറയണം. നോർമൽ ഒരു ആൽക്കലൈൻ സെല്ല് എന്ന് ചുമ്മാ കൊടുക്കുകയാണെങ്കിൽ അത് പ്രൈമറി സെല്ലാണ്. സെക്കൻഡറി സെൽ എന്ന് അവർ പറയുമ്പം നിക്കൽ അയേൺ ആൽക്കലൈൻ സെൽ എന്ന് പറയും, അല്ലെങ്കിൽ നിക്കൽ കാഡ്മിയം ആൽക്കലൈൻ സെൽ എന്ന് പറയും. ഓക്കെ, നിക്കൽ അയേൺ ആൽക്കലൈൻ സെൽ എന്ന് പറയും, അല്ലെങ്കിൽ നിക്കൽ കാഡ്മിയം ആൽക്കലൈൻ സെൽ എന്ന് പറയും. അത് റീചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് സെല്ലാണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പം യൂസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ ഈ ടോയ് കാറിലൊക്കെ നമുക്ക് റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെല്ലുണ്ട്. കാണാൻ ഏകദേശം ഡ്രൈ സെല്ല് തന്നെയാണ് ഉണ്ടാവുക, പക്ഷെ അത് റീചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ചില ക്യാമറയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റീചാർജ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെല്ലുകൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിക്കൽ കാഡ്മിയം സെല്ല് നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, നിക്കൽ മെറ്റൽ ഹലൈഡ് സെല്ലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. കാണാനൊരു ഡ്രൈ സെല്ല് പോലെ ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് അത് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, ടൈപ്പ് ഓഫ് സെക്കൻഡറി സെല്ലിൽ ലെഡ് ആസിഡ് സെല്ല് നിങ്ങൾക്ക് എന്തായാലും അറിയാം. ഇനി അടുത്ത സെക്കൻഡറി സെല്ല് ഏതാ, നിക്കൽ അയേൺ ആൽക്കലൈൻ സെല്ല്, പിന്നെ നിക്കൽ കാഡ്മിയം ആൽക്കലൈൻ സെല്ല്. ഇനി ഈ നിക്കൽ അയേൺ സെല്ലിന്, നിക്കൽ അയേൺ
ആൽക്കലൈൻ സെല്ലിൻ്റെ വേറൊരു പേരാണ് എഡിസൺ സെല്ല് കേട്ടോ, എഡിസൺ സെല്ല്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക. ഇനി നെക്സ്റ്റ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓൾറെഡി ഇത് ട്രേഡ്സ്മാനിൽ എടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നിക്കൽ ഞാൻ പറയട്ടെ, ലെഡ് ആസിഡ് സെല്ലിൻ്റെ അകത്ത് കയറിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് സാധ്യതയുണ്ട്. ചിലപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ നിർത്തിയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്പർ ഓഫ് പ്ലേറ്റ് അത്തരം കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഇനി സൾഫേഷനും ബക്ലിങ്ങും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സൾഫേഷൻ എന്ന് പറയുമ്പം ഓവർ ഡിസ്ചാർജിങ് ഓഫ് ദി സെൽ ബീങ് ലെഫ്റ്റിനെ ഡിസ്ചാർജ് കണ്ടീഷനിൽ കുറേ സ്ഥലം വെച്ച് കഴിഞ്ഞാൽ ഹൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രിക്കിൾ ചാർജിങ് ചെയ്യണം. സൾഫേഷൻ്റെ ഭാഗമായിട്ട് കുറേ വെളുത്ത തരികൾ നമ്മുടെ ബാറ്ററിയുടെ താഴെയൊക്കെ വന്ന് കിടക്കും കേട്ടോ. ബക്ലിംഗ് എന്ന് പറയുമ്പോൾ അത് ബെൻഡിങ്. ബക്ലിങ്ങിൽ എന്തായാലും ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ് ഉണ്ടാവും, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ്സ്. എഫിഷ്യൻസി നമ്മൾ കണ്ടു, 2 ടൈപ്പ് ഓഫ് എഫിഷ്യൻസി ഉണ്ട്. ദെൻ ചാർജിങ്ങിലും ഡിസ്ചാർജിങ്ങിലും ഉള്ള പ്രോസസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറിഞ്ഞിരിക്കുക, ലെഡ് പെറോക്സൈഡ് ആണ് പോസിറ്റീവ് പ്ലേറ്റ്, സ്പോഞ്ചി ലെഡാണ് നെഗറ്റീവ് പ്ലേറ്റ് കേട്ടോ, ലെഡ് ആസിഡ് സെല്ലിൻ്റെ കേസിൽ കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. നിക്കൽ അയേൺ ആൻഡ് നിക്കൽ കാഡ്മിയം സെല്ല് construction, there is no difference between the two cells except the negative plate of nickel iron cell is made of iron. നിക്കൽ കാഡ്മിയം ആണ് കേട്ടോ. ഈ ടൈപ്പിലാണ് അതിൻ്റെ ഇത് വരുന്നുണ്ടാവുക. കെമിക്കൽ ചേഞ്ചസ് ഒക്കെ ഓർത്ത് വെക്കുക. അതിൻ്റെ ഇലക്ട്രോലൈറ്റും ഓർത്ത് വെക്കുക. പോസിറ്റീവ് പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ ടേബിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. കുറേയധികം ചോദ്യങ്ങൾ ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പോസിറ്റീവ് പ്ലേറ്റ് ചോദിച്ചിട്ടുണ്ട്, നെഗറ്റീവ് പ്ലേറ്റ് ചോദിച്ചിട്ടുണ്ട്, ഇലക്ട്രോലൈറ്റ് ചോദിച്ചിട്ടുണ്ട്, EMF ചോദിച്ചിട്ടുണ്ട്. ലെഡ് ആസിഡ് ഇത് നിയർലി 2 വോൾട്ട് ആണ് കേട്ടോ. പക്ഷേ ഫുൾ ചാർജ് ചെയ്യുന്ന സമയത്ത് 2.1 വോൾട്ടൊക്കെ ഉണ്ടാവും. എഡിസൺ സെല്ല് ഇമ്പോർട്ടൻ്റ് ആണ്, 1.2 വോൾട്ട്. ഇതൊന്നും ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ഓർത്തിരിക്കില്ല. ഇപ്പോൾ ഓപ്ഷനിൽ 1.2, 1.5, 2 വോൾട്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം 1.5 അടിച്ചു പോകും. എന്തുകൊണ്ടാണ്? നമ്മൾ സാധാരണ ഡ്രൈ സെല്ലൊക്കെ 1.5 ആണല്ലേ. ഇനി എഫിഷ്യൻസി കൂടുതൽ ലെഡ് ആസിഡ് സെല്ലിനാണെന്ന് ഓർത്തിരിക്കുക. അത് കൂടാണ്ട് എപ്പോഴും വാട്ട് അവർ എഫിഷ്യൻസി ആംപിയർ അവർ എഫിഷ്യൻസിയേക്കാൾ കുറവാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിളാണ്. അതിന് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഓർത്ത് വെക്കുക. പ്രൈമറി സെല്ലിൻ്റെയും സെക്കൻഡറി സെല്ലിൻ്റെയും കമ്പാരിസൺ ഉണ്ട്, അതും ഓർത്ത് വെക്കുക കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇറ്റ് കനോട്ട് ബി റീചാർജ്ഡ്. ഇത് റീചാർജ്ഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. വെയിറ്റ്, പ്രൈസ്, അതൊക്കെ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ദെൻ സെൽസ് ആൻഡ് ബാറ്ററീസിൻ്റെ ഗ്രൂപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതിനുമുമ്പ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? കൊടുത്ത മുഴുവൻ ഈ ഒരു PDF കൊടുത്ത കാര്യങ്ങൾ മുഴുവൻ നിങ്ങളൊന്ന് നോട്ട് എഴുതി റെഡിയായി വരിക. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം ചെയ്യണേ, നിങ്ങളുടെ വർക്കുകൾ നിങ്ങൾ ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നതിൻ്റെ സമയത്തേക്ക് നിങ്ങൾ മുഴുവൻ നോട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ദെൻ ബാറ്ററി ചാർജിങ് മെത്തേഡ്, എല്ലാ ചാർജിങ് മെത്തേഡുകളും പഠിച്ചിരിക്കണം. അതിൽ സാധാരണയായിട്ട് ചിലപ്പോൾ ട്രിക്കിൾ ചാർജിങ് ഒക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ. അതും അതുകൊണ്ട് ഓർത്ത് വെക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി ഓർത്ത് വെക്കുക. ഹൈഡ്രോമീറ്റർ ഓർത്ത് വെക്കുക. ദെൻ കണ്ടോ, ഇതിലൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഫുള്ളി ചാർജ്ഡ് 50% ചാർജിന് എത്ര എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. വെൻറ്റിലേഷനെ കുറിച്ച് അതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രിക്കിൾ ചാർജിങ് വീണ്ടും വന്നിട്ട് ബൂസ്റ്റ് ചാർജ് ഉണ്ട്. ദെൻ ഡിഫറെൻറ്റ് ചാർജേഴ്സ്, അതിൻ്റെ റെക്ടിഫയേഴ്സ്, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിൻറ്റ്സ് ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രം എഴുതി വെച്ചാൽ മതി. ദെൻ കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബാറ്ററീസ്, ഇത് നിർബന്ധമായിട്ടും എഴുതണം കേട്ടോ. കെയർ ആൻഡ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സാധനം മുഴുവൻ നിർബന്ധമായിട്ട് നോട്ട് എഴുതിയിട്ട് കുറേ പ്രാവശ്യം വായിച്ച് നോക്കുക കേട്ടോ. ബാറ്ററിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? കുറേ കാലത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പാടില്ല. ദെൻ ഡിസ്ചാർജ് കണ്ടീഷൻ ഷുഡ് നോട്ട് ബി കെപ്റ്റ് അണ്ടർ ഡിസ്ചാർജ് ഫോർ ലോങ് ടൈം. ദെൻ അതിൻ്റെ പ്ലേറ്റ് ലെവലിൽ എത്രത്തോളം വാട്ടർ ഉണ്ടാവണം, ഇലക്ട്രോലൈറ്റ് ഉണ്ടാവണം, അല്ലെ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കുറേ പ്രാവശ്യം ചോദിച്ചത്. ദി ടെർമിനൽസ് മസ്റ്റ് ബി ഓൾവേസ് ബി കെപ്റ്റ് ക്ലീൻ ആൻഡ് പെട്രോളിയം ജെല്ലി ഷുഡ് ബി അപ്ലൈഡ് ഓൺ ദം. ഇതൊക്കെ എങ്ങനെ ചോദിക്കാറെന്ന് പറയാം. താഴെ പറയുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് ആ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. നിർബന്ധമായിട്ടും പഠിക്കുക, എഴുതുക കേട്ടോ. ടെമ്പറേച്ചർ എത്രയിൽ താഴാൻ വേണ്ടി പാടില്ല, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിർബന്ധമായിട്ടും എഴുതുക. സോളാർ സെല്ല് ആവശ്യമുള്ളതല്ല. അപ്പോൾ അത്രയും വരെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് എഴുതി റെഡിയാക്കി വെക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. അപ്പോൾ ഓക്കെ അല്ലേ? 2 ടെക്സ്റ്റും പാരലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ടെക്സ്റ്റിലില്ലാത്ത കാര്യങ്ങൾ മറ്റേ ടെക്സ്റ്റിൽ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. യെസ്, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത്
സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട 10 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസാണ്. ഈ ഏരിയാസ് മുഴുവൻ ഞാൻ പേജ് നമ്പേഴ്സ് കാണിച്ചു തന്നു, അതേപോലെ PDF-ലും കാണിച്ചു തന്നു. കൃത്യമായിട്ട് മുഴുവൻ നോട്ട് എഴുതുക. വയർമാൻ്റെ മാത്രമല്ല, ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്കും ഡൗൺലോഡ് ചെയ്ത് അതും പാരലായിട്ട് വെച്ചിട്ട് നോട്ട് എഴുതുക. റെഡി ആയിരിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ PYQs നോക്കാം കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞൊരു 1-2 വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. അത് തന്നെ ഇഷ്ടം പോലെയുണ്ട്. ഒരു സബ് എഞ്ചിനീയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ AE ലെവൽ ക്വസ്റ്റ്യൻസ് വരെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ AE ലെവലിൽ അങ്ങനെ പോകണ്ട, നിലവിൽ അത്ര പോകണ്ട, ഒരു ഡിപ്ലോമ ലെവൽ വരെ പോയാൽ മതി. ഓക്കെ, യെസ്. സോ അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കൃത്യമായിട്ട് പഠിക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.